മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ പൊതുദർശനം തുടരുന്നു. ഖബറടക്കം ഇന്ന് വൈകിട്ട് കോഴിക്കോട് ക്രിസ്തുദാസി സന്യാസി സമൂഹം ജനറലേറ്റിൽ നടക്കും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഭൗതികദേഹം ആദ്യം തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിച്ചു. മാർ ബോസ്കോ പുത്തൂർ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ആദ്യഘട്ട ഖബറടക്ക ശുശ്രൂഷയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഡോളേഴ്സ് ബസലിക്ക പള്ളിയിലേക്ക് 12:15 മുതൽ അവിടെ പൊതുദർശനം. വൈദികരും കന്യാസ്ത്രീകളും സാധാരണക്കാരുമായ ഒട്ടേറെ പേർ പ്രിയ ആചാര്യനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. ആത്മീയ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബസലിക്ക പള്ളിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ബസലിക്കയിൽ നിന്ന് സ്വരാജ് റൗണ്ട് ചുറ്റി ലൂർദ് കത്തീഡ്രലിലേക്കുള്ള വിലാപയാത്രയിലും നൂറുകണക്കിന് പേർ പങ്കുചേർന്നു. ലൂർദ് പള്ളിയിൽ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. മാർ ടോണി നീലങ്കാവിൽ, മാർ പ്രിൻസ് പാണയങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ലൂർദ് പള്ളിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 ഖബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടം ആരംഭിക്കും. മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മാർ റാഫേൽ തട്ടിൽ ദിവ്യബലി അർപ്പിക്കും. മാർ ജോസഫ് പൊരുന്നയുടെ അനുസ്മരണ സന്ദേശം നൽകും. ശുശ്രൂഷകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൗതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. 4 മുതൽ 6 വരെ ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. 6:30 കോട്ടൂളിയിലെ ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനമായ ഹോം ഓഫ് ലവ് ജനറലേറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ ഖബറടക്ക ശുശ്രൂഷയുടെ സമാപന തിരുക്കർമ്മങ്ങൾ നടക്കും. ശുശ്രൂഷ നടക്കുന്ന തിങ്കളാഴ്ച തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിതാവിനോടുള്ള ആദരസൂചകമായി പുഷ്പചക്രങ്ങൾക്ക് പകരം സാരിയും മറ്റ് തുണിത്തരങ്ങളുമാണ് ഭൗതികദേഹത്തിൽ സമർപ്പിക്കപ്പെട്ടത്. ഇവ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തും. ഒരു ജനതയുടെ ഹൃദയത്തോട് ചേർന്നു നിന്ന വാത്സല്യ പിതാവിന് ആർദ്രമായ മനസ്സുകളോടെ യാത്രാമൊഴി. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ TCV കുടുംബത്തിന്റെയും ആദരാഞ്ജലികൾ. ടീം TCVക്ക് വേണ്ടി KB ലിബീഷ്, തൃശൂർ.